Hello friends, welcome to Jess Creative World. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. അതുമാത്രമല്ല നമ്മൾക്കിത് കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് എണ്ണയിലിടുമ്പം പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ചെയ്യും. സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്നും ആക്കി കൊടുക്കാറുണ്ട്. ഈ പൂരിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എണ്ണയിലിടുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി വരും ചെയ്യും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കറിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. പൂരിക്ക് നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് മസാല കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പൂരി മേക്കർ ആവശ്യമില്ല. പിന്നെ നമ്മളിത് പരത്തേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 2 കപ്പ് ചോറാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഏത് തരം കപ്പായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ആണ് ഉള്ളെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അതേ ഗ്ലാസ്സിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ എടുത്താൽ മതി. 1 കപ്പ് ചോറിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. കൈവച്ച് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിനകത്ത് നല്ലപോലെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സാക്കി വെച്ച മാവെന്ന് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൾസ് മോഡിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതിനകത്ത് തീരെ വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഒരുപാട് നേരം മിക്സി ഓൺ ചെയ്തിടരുത്. പെട്ടെന്ന് നമ്മൾ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സി കേടാവും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ലപോലെ കുഴഞ്ഞാണ് വന്നിട്ടുള്ളത്. നമ്മൾ എണ്ണ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മൾക്ക് എടുക്കാനും പറ്റും. ഇപ്പം ഞാനിവിടെ എല്ലാ മാവും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചിട്ട് നമ്മൾക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇത് കുഴക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ലപോലെ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തേച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഡയറക്റ്റായിട്ട് പൂരി ഉണ്ടാക്കാം. ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. മസാല ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉരുളക്കിഴങ്ങ് 6 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. പിന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് ജീരകം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 ബേ ലീഫ്, കറുത്ത ഏലക്ക 1 എണ്ണം, സാധാരണ ഏലക്ക 3 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട. ഇത്രയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ കുക്കറിൽ നമ്മളിത് ഉണ്ടാക്കുമ്പം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ നമ്മൾ കുക്കർ അടച്ചു വെച്ച് വിസിൽ വരുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരിക്കും. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലുണ്ടാക്കുമ്പം പൊടികളൊന്നും ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് അടച്ചു വെച്ച് വിസിൽ വരുമ്പോഴത്തേക്കും പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് നോർമൽ ചില്ലി പൗഡർ എടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് എരിവ് കാണത്തില്ല. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറി ആയതുകൊണ്ട് റെഡ് കളറിലായിരിക്കും ഇരിക്കുക. അപ്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു പൊടിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കുന്ന കാരണം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക് വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. കാരണം ചെറുതാക്കി അരിഞ്ഞ ഉരുളക്കിഴങ്ങ് വെന്തുടയുമ്പോഴാണ് കുറുകിയ ചാറായിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് കുറച്ച് ചാറായിട്ടുള്ളൊരു കറിയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 തരത്തിൽ അരിഞ്ഞിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പം കുറച്ച് നേരമായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം
കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പം ഉപ്പെല്ലാം കറക്റ്റായിരുന്നു. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി റെഡിയായി കഴിഞ്ഞിട്ട് പൂരി ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുക്കർ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുക്കറിന് തുറക്കാൻ പോവാണ്. ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറന്നതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് വീണ്ടും ഓൺ ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമ്മൾ ചെറുതാക്കി എരിഞ്ഞു വെച്ച പൊട്ടാറ്റോ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ടായിരിക്കും. വലുതാക്കി എരിഞ്ഞ പൊട്ടാറ്റോ അതേപോലെ കിടക്കുന്നുണ്ടായിരിക്കും. നല്ലപോലെ കുറുകിയ ചാറായിട്ട് നമ്മൾക്ക് കറി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പൂരി മേക്കറും യൂസ് ചെയ്യുന്നില്ല, ചപ്പാത്തി പലകയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ 2 സൈഡ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ചെറിയ ഉരുളകളാക്കിയിട്ട് ഓരോ ഉരുള ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു പ്ലേറ്റ് വെച്ച് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഷേപ്പായിട്ട് നമ്മൾക്ക് കിട്ടും. പിന്നെ പൂരി മേക്കറുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്കിത് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നിന്ന് വിട്ടുകിട്ടുകയും ചെയ്യും. നമ്മളിത് പരത്തുന്ന സമയത്ത് തന്നെ പൂരി ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയും കൂടെ ചൂടാക്കാനായിട്ട് വെക്കണം. പൂരി എപ്പോഴും ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതുകൊണ്ട് കറി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ഇതേപോലെ എല്ലാ പൂരിയും പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് പൂരി ഒറ്റപ്പോളയായിട്ട് പൊങ്ങുന്നത്. എണ്ണയുടെ ചൂട് കറക്റ്റ് അല്ല എങ്കിൽ പൂരി ഒറ്റപ്പോളയായിട്ട് പൊങ്ങത്തില്ല. അപ്പം മനസ്സിലാക്കാം എണ്ണയ്ക്ക് ചൂട് പോരാ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ചൂട് കൂടി പോരുത്. അപ്പം പൂരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പം നമ്മളുടെ പൂരിയെല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾക്ക് ഏകദേശം 15 പൂരിയായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാവും ചോറും കൂട്ടിയെടുക്കാം. പിന്നെ ചോറെടുക്കുമ്പം ഏത് തരം ചോറായാലും കുഴപ്പമില്ല. മട്ട റൈസിൻ്റെ ചോറായാലും നല്ലപോലെ തന്നെ പൊങ്ങി വരും. മിക്സിയുടെ വലിയ ജാറെടുത്ത് എല്ലാം കൂടെ അതിനകത്തേക്ക് ഇടരുത്. അപ്പം മിക്സി കേടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മൾക്കിത് കുഴഞ്ഞ് കിട്ടത്തുമില്ല. ഭയങ്കര എളുപ്പത്തിലാണ് നമ്മളിവിടെ പൂരി ഉണ്ടാക്കിയത്. നമ്മൾക്കിത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് വേസ്റ്റും ആവത്തില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയേക്കാളും ഈ മസാലയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ മെത്തേഡിൽ നിന്ന് ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിതിവിടെ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാവും ഉൾഭാഗമൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്